സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂസ് ടു എന്ന യൂസേജാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് യൂസ് ടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ടങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനാണ് യൂസ് ടു ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ടു എന്ന് പറയരുത്, യൂസ് ടു എന്നാണ് പറയേണ്ടത്. യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ തെറ്റല്ല. ഇംഗ്ലീഷിൽ അതിൻ്റെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഉച്ചാരണം യൂസ് ടു എന്നാണ്. എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം എന്റെ പുകവലി തള്ളിയതല്ല. എനിക്കിഷ്ടമായിരുന്നു പുകവലിക്കുന്നത്. മമ്മൂട്ടിയുടെ ഈ ഇൻ്റർവ്യൂ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് മമ്മൂട്ടി ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നത്? ഞാൻ പണ്ട് സ്മോക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനുള്ളൊരു യൂസേജാണ്. അതിനാണ് നമ്മൾ യൂസ് ടു ഉപയോഗിക്കുന്നത്. എനിക്കിങ്ങനെ പറയണം, മമ്മൂട്ടി പണ്ട് സ്മോക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്യാറില്ല, പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. എങ്ങനെയാണ് പറയുക ഇംഗ്ലീഷിൽ? മമ്മൂട്ടി യൂസ് ടു സ്മോക്ക്. വളരെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മമ്മൂട്ടി യൂസ് ടു സ്മോക്ക് എന്നതിന് പകരം മമ്മൂട്ടി സ്മോക്ക് യൂസ് ടു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് തെറ്റാണ്. കാരണം ഓരോ സെൻറ്റൻസിനും അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. നമുക്കതൊന്ന് പഠിക്കാം. ആദ്യം സബ്ജക്റ്റ് ഉപയോഗിക്കണം. സ്മോക്ക് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ആരെപ്പറ്റിയാണ് പറഞ്ഞത്? മമ്മൂട്ടി അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് ആരാണ്? മമ്മൂട്ടി. പിന്നെ പണ്ടങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നതിന് എന്ത് ഉപയോഗിക്കണം? യൂസ് ടു ഉപയോഗിക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങളായി. മമ്മൂട്ടി യൂസ് ടു. ഇനി വേർബിൻ്റെ ഫസ്റ്റ് ഫോം എന്താണ്? വേർബ് ഒരു പ്രവൃത്തി. ഇരിക്കുക, നടക്കുക, ഓടുക, ചാടുക, ഭക്ഷണം കഴിക്കുക, സിനിമ കാണുക, വായിക്കുക, എഴുതുക, ഇതേപോലെയുള്ള പ്രവർത്തികളെയാണ് വേർബ് എന്ന് പറയുന്നത്. ഇവിടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. പുകവലിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? സ്മോക്ക്. അപ്പം മൂന്ന് കാര്യങ്ങളായി. അപ്പം നമുക്കെന്ത് പറയാം? മമ്മൂട്ടി യൂസ് ടു സ്മോക്ക്. അപ്പോൾ കറക്റ്റായി. ഇനി എനിക്ക് പറയണം, ഞാൻ പണ്ട് നന്നായി പഠിച്ചിരുന്നു. ആദ്യം എന്ത് വരണം? സബ്ജക്റ്റ് ഐ. പിന്നെന്ത് പറയണം? യൂസ് ടു ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ സെൻറ്റൻസിലും കോമൺ ആയിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞാൽ യൂസ് ടു വരും. ഇനി പഠിക്കുക, സ്റ്റഡി. ഐ യൂസ് ടു സ്റ്റഡി വെൽ. നന്നായി അല്ലേ? അപ്പോൾ സ്റ്റഡി വെൽ, നന്നായി പഠിച്ചിരുന്നു. അവൾ പണ്ട് എന്നെ സഹായിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ സഹായിക്കാറുണ്ടോ? ഇല്ല, പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അവൾ, ആദ്യം സബ്ജക്റ്റ് വരണം. ഷീ, അടുത്തതെന്ത് വരണം? യൂസ് ടു. സഹായിക്കുക, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് അതൊക്കെ. ഹെൽപ്പ്. ഷീ യൂസ് ടു ഹെൽപ്പ് മീ. എന്നെ അല്ലേ? അപ്പോൾ ഷീ യൂസ് ടു ഹെൽപ്പ് മീ. അവർ പണ്ട് ഇവിടെ വരാറുണ്ടായിരുന്നു. അവർ, സബ്ജക്റ്റ് എന്താണ്? ദേ. പിന്നെ യൂസ് ടു. വരിക, വളരെ സിമ്പിളാണ്. കം. ഇവിടെ, ഹിയർ. ദേ യൂസ് ടു കം ഹിയർ. അവൾ പണ്ട് ഡ്രൈവ് ചെയ്യാറുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞു നോക്കൂ. അവൾ, ഷീ, അടുത്തെന്ത് വരണം? യൂസ് ടു. ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡ്രൈവ് തന്നെ. ഷീ യൂസ് ടു ഡ്രൈവ്. ഇന്നത്തെ ക്ലാസ്സിൽ യൂസ് ടു എന്ന യൂസേജാണ് നമ്മൾ പഠിച്ചത്. സെൻറ്റൻസ് മേക്കിംഗ് സ്ട്രക്ചർ ഇതാണ്. സബ്ജക്റ്റ്, യൂസ് ടു, വെർബ് ഫസ്റ്റ് ഫോം. ഇനി ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ തരാം. അത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം. ഞാൻ പണ്ട് അവളെ വിളിക്കാറുണ്ടായിരുന്നു. ആദ്യം എന്ത് വരണം? സബ്ജക്റ്റ്, ദെൻ യൂസ് ടു, വേർബിൻ്റെ ഫസ്റ്റ് ഫോം. അവൻ പണ്ട് ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അവൾ പണ്ട് സിനിമയിൽ അഭിനയിച്ചിരുന്നു. മിസ്റ്റർ അലക്സ് പണ്ട് എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരുമായിരുന്നു. ഇപ്പോൾ വരാറില്ല, പണ്ട് എല്ലാ ഞായറാഴ്ചയും വരുമായിരുന്നു. അവർ പണ്ട് എൻ്റെ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ പർച്ചേസ് ചെയ്യാറില്ല, പണ്ട് പർച്ചേസ് ചെയ്യാറുണ്ടായിരുന്നു. ഇതുപോലെയുള്ള ഒരുപാട് മലയാളം സെൻറ്റൻസുകൾ യൂസ് ടു ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നോട്ട്ബുക്കിൽ മെയിൻ പോയിൻറ്റ്സൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. അതിനുശേഷം സ്വന്തമായിട്ട് കുറേ സെൻറ്റൻസുകൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക.
ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. See you next time.